ഹായ് ഓൾ അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്ത് വിശേഷങ്ങളെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ അൽഹംദുലില്ലാ കുറേ വിശേഷങ്ങളെല്ലാം നിങ്ങളോട് പറയാനുണ്ട്. സ്റ്റെപ്പായിട്ട് കുറേ പറയണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ ജലദോഷവും ചുമയും പനിയും എല്ലായിട്ടില്ല നമുക്കിങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ കഴിയുന്നില്ല. ഇതില്ല ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇങ്ങനെ ജലദോഷമല്ലേ അധികം ആൾക്കാർക്കും അല്ലേ? പനി, ജലദോഷം, തുമ്മൽ, ചുമ മുതലായവെല്ലാം ഉണ്ടല്ലേ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെന്താ പറയുക, ഇപ്പം ഞാൻ മുളക് പൊടി മല്ലിയെല്ലാം റെഡിയാക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ മല്ലിപ്പൊടി വറുത്ത മുളക് പൊടി, മല്ലി, മറ്റേ ചിക്കൻ മസാലയില്ലേ, റെഡി ചിക്കൻ മസാല, ബീഫ് മസാല, മന്തി മസാല അതെല്ലാം ഇനി റെഡിയാക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. തന്നാസ് കിച്ചണിൽ പുതിയതായിട്ട് ഇനി ലോഞ്ചിങ് ആകുന്നുണ്ട് സംഭവങ്ങളെല്ലാം. ഇതിപ്പോൾ സെയിലാക്കാൻ തുടങ്ങിയിട്ടില്ല, ഞാനിങ്ങനെ റെഡിയാക്കിയിട്ടെല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് അത്ര. പിന്നെ നമുക്കില്ലേ മുളക് പൊടി മല്ലിപ്പൊടി വേറെ ഉണ്ട്, മുളകും മല്ലിയും മിക്സ് ആയതും. ആ മിക്സ് ആയതില്ലേ നിങ്ങൾ മുളക് മല്ലി വേറെ ഇടണ്ട. ഇപ്പം 3 സ്പൂൺ മുളക് ഇടുന്നെങ്കിലേ അത് മാത്രം ഇട്ടാൽ മതി. അതിൽ മല്ലിയെല്ലാം ആഡായിട്ട് തന്നെ കറിവേപ്പ്, മല്ലി, പെരുംജീരകം, കുരുമുളക്, ചെറിയ ജീരകം എല്ലാം റെഡി ആയിട്ട് മിക്സ് ആയിട്ടില്ലേ നല്ല ഞാനെങ്ങനെ ഉണ്ടാക്കുന്ന ആ കറീൻ്റെ മിക്സ് ആണ് ഇനി പാക്കാക്കിയിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഓർഡർ നിങ്ങൾ ഇപ്പോൾ തരണ്ടായിട്ടില്ല, ഞാനതെല്ലാം റെഡി ആയിട്ടില്ലേ ഓർഡർ സെയിലാക്കുന്ന ടൈമാകുമ്പോൾ ഞാൻ പറയാവേ. അപ്പോൾ ഞാനൊരു മിഷനെല്ലാം മേങ്ങിയിട്ട് പൊരൽ തന്നെ സെറ്റാക്കാമെന്ന് വെച്ചിട്ടുണ്ടായി. അത് ജസ്റ്റ് ഒന്ന് ഫൈലായിട്ടുണ്ട് മിഷന്. ഞാൻ വിചാരിച്ച പോലെ പൊടിയുന്നില്ല. അപ്പോൾ അതിന് കുറച്ച് പണിയുണ്ട്. അത് ലോഞ്ചിങ് ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കും. നല്ല അടിപൊളിയിൽ നമുക്കതൊരു വലിയൊരു ഇതായിട്ട് തുടങ്ങണം ഇൻഷാ അല്ലാഹ്. ചിക്കൻ മസാല, മന്തി മസാല, മട്ടൻ മസാല, ബീഫ് എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം റെഡി ആയിട്ടാകുമ്പോൾ. ഓക്കെ വാ. അങ്ങനെ പിന്നെ നമ്മളൊക്കെ കുമ്പളക്ക ഫിക്സിലില്ലേ, കഫിക്സിൽ എന്താ പറഞ്ഞിരുന്നത്, ഞാൻ കന്നിൽ വോയിസ് കൊടുക്കുമ്പോൾ ഒരു പൊട്ടത്തിയാണ് കാണുന്നത് പറഞ്ഞാൽ ഏലോ എൻ്റെ മെയിൻറ്റ് പോകുന്നു എന്തെന്ന് അറിയുന്നില്ല. ഇങ്ങനെ വോയിസ് കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ എടോ ചിന്തിക്കുന്നു. അപ്പോൾ എങ്ങനെ അങ്ങനെ ആയി പോകുന്നത്. അപ്പോൾ ഇതെന്താ പറയുക, കുമ്പളയിൽ നമ്മൾ കുമ്പളയിൽ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയത് കഫിക്സ് എന്നിട്ട്. കറക്റ്റ് സ്ഥലമാണ് കൊട്ടൂടൽ കോംപ്ലക്സില്ലേ, നമ്മളെ കുമ്പള സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതിലെ സ്റ്റെപ്പിൽ കയറുമ്പോൾ ഇല്ലേ എങ്ങനെ കയറുമ്പോൾ എന്നെ കാണുന്നതാണ് കഫിക്സ് അറിയാം. അപ്പോൾ നല്ല ഉണ്ട് ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളെല്ലാം. അവിടെ ഉദ്ഘാടനമായെന്ന് തന്നെ രാത്രി നമ്മൾ പോയിട്ടുണ്ടായി. എത്ര ആൾ ഫസ്റ്റ് ഒരു ചമ്മൽ ഇങ്ങനെ ഉണ്ടായി, എന്നാലും പോയി. ഞാനും പിള്ളമാരെല്ലാം നല്ല തിരക്കുണ്ട്, നല്ല വ്യൂ ഉണ്ട്, നല്ല ആംബിയൻസ് ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം എന്ത് വേണ്ടി ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഫോട്ടോ വീഡിയോസ് എല്ലാം അല്ലേ. അപ്പോൾ അതിനും വേണ്ടിയിട്ടില്ലേ നല്ല വേറെ തന്നെ ഒരു ബ്രൈറ്റ് ടു ബി ഗ്രൂം ടു ബി എന്ത് ചെയ്യുന്നെങ്കിലും അതിനുള്ള റൂം വേറെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. ഇതാരെന്നറിയോ, നമ്മൾ ഭയങ്കര ഫോളോവേഴ്സ് അറിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഉമ്മ ഭയങ്കരത്തിൽ നോക്കലുണ്ട്. വീഡിയോയെല്ലാം ഭയങ്കര ഇഷ്ടമോ, എൻ്റെ മാപ്പിളുടെ ഉമ്മാക്കും ഇഷ്ടമോ, എൻ്റെ അനിയൻ്റെ അവൾക്ക് അങ്ങനെ നല്ലോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കുറേ ഞങ്ങൾ ബിസിയാക്കിയിട്ട് അതിന് ശേഷം അമ്മോള് നല്ല പകൽ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായി നമ്മൾ ഫുഡെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ടായി. വരാൻ കുറച്ച് ലേറ്റായി, എന്തെങ്കിലും നല്ല തിരക്കുണ്ട്. പിന്നെ തുടങ്ങിയ ആ ഒരു ഡേ തന്നെയല്ലേ, അപ്പോൾ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുഡിന് ഇങ്ങനെ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം നോക്കിയതല്ല, അവിടുത്തെ എല്ലാ ആംബിയൻസും അടുത്ത ഡെക്കറേഷനും എല്ലാം നല്ല എസ്തറ്റിക്. ഇപ്പോഴത്തെ പിള്ളമാർക്കെല്ലാം എസ്തറ്റിക് ലുക്കിലല്ലേ വേണ്ടിയത്. അപ്പോൾ അങ്ങനെ തന്നെ എനിക്ക് മാച്ചായ നല്ല ഓഫ് വൈറ്റ് കളറും അങ്ങനെ തന്നെ ടേബിളും അങ്ങനെ തന്നെ ചെയറും അതെല്ലാം ഒരു മിക്സായിട്ടില്ലേ നല്ലുണ്ട് കാണാൻ. രാവിലെ പോകണമെന്നുണ്ടായി, ഞാൻ വിചാരിച്ചുകൊണ്ടായി. പക്ഷെ എനിക്ക് ഓർഡർ ഉണ്ടായി. നമ്മളെ ഓർഡറും കാര്യങ്ങളും തിരക്കും പണിയും എല്ലാം ഒരുക്കങ്ങളെല്ലാം കഴിയുമ്പോഴേ ഏകദേശം വൈകുന്നേരമായി. പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് പോയിട്ട് എന്നിട്ട് 8 മണി ഒരു ഏകദേശം ഒരു 7-8 മണി ആ ഒരു ടൈമിലാണ് നമ്മൾ പോയത്. അങ്ങനെ പോയിട്ട് അവിടെ കുറേ ഉണ്ടായിരുന്നു നമ്മളെ തന്നാസ് കിച്ചണല്ലേ നോക്കലുണ്ട് ഉമ്മ നോക്കലുണ്ട് എന്നെല്ലാം. അപ്പോൾ അടുത്ത ഇതെല്ലാവരും ഫാമിലിയാന്ന് പറഞ്ഞാൽ കുറേ നല്ല മഞ്ചത്തിമാരെല്ലാം പിള്ളമാർ എല്ലാവരും ഇങ്ങനെ കാര്യമായിട്ട് എന്തോ കഥ പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പക്ഷെ അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ യൂട്യൂബിലിട്ടെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് ഒക്കെ ഒന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇട്ടത്. അങ്ങനെ അപ്പോൾ പിന്നെ ഞാനും പിള്ളമാരും വന്ന് പോയിട്ടുണ്ടായിരുന്നത്. കുറേ ആൾ ചോദിക്കുന്നുണ്ടായി അസ്രു പോയാ എന്തായി, പോയിനാ പോയിനെ അസ്രു പോയിട്ട് ഏകദേശം
ഏകദേശം ഒരാഴ്ച 10 ദിവസമായെന്ന് തോന്നുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനേ കഴിഞ്ഞിട്ടില്ല. ഓരോർക്ക് ഇങ്ങനെ തിരക്കായെങ്കിൽ നമുക്ക് ഒന്നിനും വീഡിയോ എടുക്കാനൊന്നും ഒരു ടൈം കിട്ടുന്നില്ല. ഒന്ന് ഫ്രീ ആകുമ്പോൾ എല്ലാത്തിനും വേറെ വേറെ എടുത്തിട്ട് ഇതാക്കിയിട്ടെല്ലാം വെക്കുന്നത് അങ്ങനെ. അപ്പോൾ പിന്നെ അതുപോലെ ഈ ഫോണിൻ്റെ ഭയങ്കര മിസ്റ്റേക്ക് എന്താ പറയുക, സ്റ്റോറേജ് ഫുള്ളാണ്. അപ്പന്നേലേ ഡിലീറ്റ് ആക്കേണ്ടി വരുന്നത്. വാട്സപ്പ് ഒന്നും ഓൺ ചെയ്യാതില്ല, അത് അങ്ങനെ സ്റ്റോറേജ് ഫുള്ളാണ്. അങ്ങനെ ഞാൻ കാണുന്ന ഫുഡെല്ലാം കഴിച്ചിട്ടില്ലേ നമ്മൾ പുറത്തിറങ്ങിയത്. അവരുടെ ഫാമിലീസ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമില്ലേ ഓർ തന്നെ അവരുടെ ഷോപ്പിൻ്റെ തന്നെ ഇല്ലേ കുറച്ചൊരു 2-3 ഷോപ്പ് കഴിഞ്ഞതാ അവിടെ തന്നെ ഉണ്ട് ബ്രൈറ്റ് ഉപയോഗിക്കുന്നെങ്കിൽ എല്ലാം ഫോട്ടോസിന് പറ്റിയ ആംബിയൻസ്. അടുത്ത കാഴ്ചയെല്ലാം നോക്കാതെ പോയതാ. പോയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിക്കുക, നിങ്ങൾ ഒന്ന് നോക്കവേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരിക്കലും അടുത്തേക്ക് പോകണവേ. നമ്മളെ കുമ്പളയിൽ തന്നെയല്ലേ, മനസ്സിലായില്ലേ, കൊട്ടൂട കോംപ്ലക്സിൻ്റെ നേരെ മുകളിലായിട്ട് വരും. നമ്മളെ കുമ്പള സ്കൂളിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് സ്റ്റെപ്പ് ഗവൺമെൻറ്റിൻ്റെ അടക്കമാണത്. അപ്പോൾ നോക്കിയാൽ പിള്ളേരെല്ലാം തുടങ്ങിയില്ല ഫോട്ടോവും വീഡിയോ എല്ലാം എടുക്കാൻ. ഇപ്പോഴത്തെ പിള്ളേർക്കുള്ളത് തന്നെ എന്തല്ല, തിന്നില്ലാങ്കാവും കുടിച്ചില്ലാങ്കാവും വെള്ളം വരെ കുടിച്ചില്ലാങ്കാവും. നല്ല അടിപൊളി ഫോട്ടോവും വീഡിയോയും കിട്ടിയെങ്കിൽ മതിയോർക്ക്. മുമ്പെല്ലാം നമ്മളെല്ലാം ഒരു ഇതിലില്ലേ എവിടെയെങ്കിലും ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടങ്ങനെയില്ലേ ലിപ്സ്റ്റിക്ക് ഇടും ചെറുതായിട്ട്. അത് തുടച്ചില്ല. അപ്പോൾ എടുത്തു നേരത്തേക്ക് എത്തുമ്പോൾ ഇല്ലേ ലിപ്സ്റ്റിക്കെല്ലാം പോയിട്ട് എന്തും ഉണ്ടാവില്ല അല്ലേ. പക്ഷെ ഇപ്പം എങ്ങനെ ഡാർക്ക് ലിപ്സ്റ്റിക്ക് ഇടാം എങ്ങനെ അല്ലേ, അതൊരു ഭയങ്കര അല്ലേ. ആ ലിപ്സ്റ്റിക്കിൽ മാത്രമല്ല എല്ലാത്തിലും നല്ല മാറ്റം അതിനല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെന്താ പറയുക, എൻ്റെ ഏട്ടത്തിൻ്റെ കുത്തിവെത്തുണ്ടായി. അങ്ങനെ നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇത് അന്ന് തന്നെയല്ല 2 ദിവസം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇല്ലേ ഓള് ആരെ വിളിക്കുന്നില്ല, ഉസ്താദ് മാത്രം മതി. കുറേ ആളാകുമ്പോൾ നമുക്ക് നല്ലൊരു ഇത് കിട്ടുന്നില്ല. ഉസ്താദ് മാത്രം മതിയല്ല ചിലട്ട് നമ്മളോട് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായി. നമുക്ക് അതിന് പോകേണ്ട ഒരു ആവശ്യമുണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞിട്ടില്ലേ ഓള് പോലും അറിയാതെ നമുക്ക് അറിയാതെന്ന് പറഞ്ഞാൽ ഓളെന്നെ അന്തം പൊട്ടിന്. അനിയത്തിമാരെ വിളിക്കാതെ നടത്തിയ ഒരു പരിപാടി സെറ്റാവോ അല്ലേ, അത് ഞങ്ങൾക്ക് പോകാതിരിക്കാൻ മനസ്സിൽ പേരോ അങ്ങനെ ചെല്ലിട്ട് ഞാൻ കാണാൻ പോയെന്ന് പറഞ്ഞാൽ. അങ്ങനെ എല്ലാം മസാല ഫുഡെല്ലാം സെറ്റായിട്ടുണ്ടായി. അങ്ങനെ ഫുഡെല്ലാം സെറ്റാക്കിയിട്ട് ഒന്ന് ടൗൺ വരെ വരാണ്ടായി. കുറച്ച് സാധനങ്ങളെല്ലാം വേണേ. നമ്മളെ ഫീൽഡ് എന്ത് ഫുഡ് ഉണ്ടാക്കൽ ബേക്കർ ആ ഒരു ഇതല്ലേ. അപ്പോൾ അധികം ഓരോരോ ഐറ്റംസ് ഇല്ലേ, ഓരോരോ ഓർഡറിനനുസരിച്ച് നമുക്ക് ഓരോന്ന് പർച്ചേസ് ആക്കാൻ ഉണ്ടാന്ന്. അപ്പോൾ അങ്ങനെ ഓരോന്ന് വാങ്ങിയിട്ടാണ് ഇപ്പോൾ കുറേ ഓരോരോ ആവശ്യത്തിനുള്ള ഐറ്റംസ് എല്ലാം റെഡി ആയത്. അങ്ങനെയുള്ള ഐറ്റംസ് കുറച്ച് വാങ്ങാനാണ് ഞാൻ വന്നത്. അത് എന്ത് ചെയ്തെന്നല്ല ഞാൻ ഇനിയൊരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളെ ഇളമാൻ്റെ മോൻ്റെ അടുക്ക് വന്നിട്ടുണ്ടായി. നമ്മളാങ്ങളുടെ കുഞ്ഞിനെ ഇല്ലേ 40ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇളമാക്ക്. അങ്ങനെ അപ്പോൾ ഇളമാൻ്റെ മോന് പുരകൂടി അതിന് സബൂർ എന്നിട്ട് ഒരു വക എല്ലാവർക്കും അറിയാം. ഞാൻ ഇൻസ്റ്റാളിട്ടിന് സബൂറിന് എല്ലാവർക്കും അറിയുമെങ്കിൽ അറിയുന്നവർ കമൻ്റ് ആക്കവേ. ഇൻറ്റീരിയൽ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നല്ല അടിപൊളിയിൽ മസാല ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പുരയാണിത്. അപ്പോൾ ഇവിടുത്തെ പുരയും ഇവിടുത്തെ ഡെക്കറേഷനും ഇവിടുത്തെ ഒരു വെറൈറ്റി എല്ലാം നിങ്ങൾ നോക്കുക. ഞാനും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലില്ലേ ഞാൻ അവൻ്റെ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം, നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചാൽ മതിയാവേ. അപ്പോൾ നല്ല മജാക്കിന് തായും മുകളിലും എല്ലാം. അപ്പോൾ പോയിട്ട് അമ്മൻ്റെ ഓള് നല്ല അടിപൊളി വെൽക്കം ഡ്രിങ്ക് എല്ലാം തന്നിന് മസാല. അങ്ങനെ ഞാൻ പുര കൂടി ആകുമ്പോൾ ആ ടൈമിൽ അങ്ങ് പോകാൻ ഓരെല്ലാം പോയിട്ടുണ്ടായി. ഏട്ടത്തി ഓരെല്ലാം അങ്ങ് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ട് ഇങ്ങനെ ഓർഡർ എന്തോ വലിയൊരു ഓർഡർ ഉണ്ടായി. അങ്ങനെ അതെല്ലാം കൊടുത്തിട്ടാകുമ്പോൾ ലേറ്റായി. പിന്നെ ഞാൻ കൊടുത്തിട്ടാകുമ്പോൾ നമുക്കൊരു ക്ഷീണം പനി എല്ലാവരും കഴിയുന്നില്ല വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഹോള് മറ്റേ ഏതൊരു സ്പേസും ഇല്ലേ വെറുതെ കളഞ്ഞിട്ട് എല്ലാം നല്ല യൂസ്ഫുള്ളാകുന്ന പോലെ തന്നെ ആക്കിന്. അപ്പോൾ സ്റ്റെയറെല്ലാം നോക്കിയാൽ നല്ല മജയല്ലേ കാണാനൊരു വെറൈറ്റി തന്നെ. 2 സൈഡ് വരുമ്പോൾ ഇല്ല ഒരു മജ വേറെ തന്നെയല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹോളിൽ നിന്നെങ്കിൽ ഫുള്ള് കിച്ചൺ അടക്കം കാണുമെന്ന് പറഞ്ഞാൽ കിച്ചണ് ബെഡ്റൂം കൊട്ടിൽ എല്ലാം ഇങ്ങനെ ആ ഒരു ഹോളിൽ നിന്നപ്പോൾ നമുക്ക് നല്ല മജയുണ്ട് കാണാനൊരു വെറൈറ്റി തന്നെയാണ്. കിച്ചണായാലും ഹോളായാലും എല്ലാം നല്ല മജയുണ്ട്. ഇപ്പോഴത്തെ പേരെല്ലാം നല്ല ഹൈലൈറ്റ് ആക്കുന്നുണ്ട് ഇൻറ്റീരിയൽ വർക്കല്ലേ, അത് നല്ല ഫിനിഷായി അങ്ങനെയല്ലേ കാണാനൊരു മാതിരി ലുക്കല്ലേ. ഇത് നിസ്കാര റൂമാണ്. അപ്പോൾ അവിടെ 2-3 ആൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ബെഡ്റൂം 2-3 ബെഡ്റൂമുണ്ട്. എല്ലാം നല്ല മസാല ഒന്നിനൊന്ന് വെച്ച ഇതിനൊരു കുറ്റം പറയാനില്ല, നല്ല മജയുണ്ട് കാണാൻ. അപ്പോൾ അതാവും എൻ്റെ കുഞ്ഞ് പനി വന്നിട്ട് അഡ്മിറ്റലായിട്ട് വന്നതാണ്. അപ്പോൾ രാത്രിയും രാവിലെയും
മരുന്നെല്ലാം കയറ്റാൻ പോകാണ്ട് അങ്ങനെ അതെല്ലാം സിറിഞ്ചെല്ലാം കുത്തിയിട്ടുണ്ട് കയ്യിൽ തന്നെ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്നിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. കിച്ചണെല്ലാം മസാല എന്ത് ചെയ്യല്, ഹോളെന്ത് ചെയ്യല്, കൊട്ടലെന്ത് ചെയ്യല് എല്ലാം നല്ല ഉണ്ട്. അപ്പോൾ എല്ലാ വർക്കും തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, സ്റ്റാർട്ടിങ് മുതൽ ഫിനിഷ് വർക്ക് വരെ. ഇതാണ് നമ്മളെ മുതലാളി മസാല. സബൂറിന് ആർക്കെങ്കിലും അറിയുന്നവർ കമൻ്റൊക്കെ. അപ്പോൾ ഭയങ്കര ഇങ്ങനെ ഒന്നും കാണാൻ കിട്ടുന്നില്ല, പണീൻ്റെ ഭയങ്കര തിരക്ക് മസാല. നല്ല നല്ല വർക്കാണ് ചെയ്യുന്നത്. ഇൻറ്റീരിയലായാലും പുര കെട്ടിക്കൽ, ഫിനിഷാക്കൽ, എന്തുള്ള സ്ഥലം കൊടുക്കൽ എല്ലാം ഉണ്ട്. ഞാൻ വീഡിയോ ഇട്ട് ചോദിക്കുന്നുണ്ട് ഈ സ്ഥലം റെഡിയാക്കി കൊടുക്കുന്നതെന്ന്. സ്ഥലം മുതലില്ലേ ഫിനിഷായിട്ട് ഓരോ കയ്യിൽ ചാവി കൊടുക്കലാന്ന് എൻ്റെ പരിപാടി. നല്ല വർക്കെല്ലാം മസാല എടുത്തവർക്കെല്ലാം ഭയങ്കര അഭിപ്രായമാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻ്റ് ആക്കിയാൽ മതി, അവൻ്റെ നമ്പർ ഞാൻ തരാം. ഓക്കെ. അപ്പോൾ കിച്ചപ്പുറവും കിച്ചണും എല്ലാം നല്ല സെറ്റാണ്. അപ്പോൾ പുറത്ത് ഏകദേശം നമ്മൾ എത്തുമ്പോൾ വാങ്ങി കൊടുക്കുന്ന ആ ഒരു ടൈം അതിന്. അപ്പോൾ പുറത്തെല്ലാം നല്ലവരിങ്ങനെ ഇറിട്ടായിക്കൊണ്ട് വന്നില്ല. അപ്പോൾ ഞാൻ പുറത്തു പോയില്ല, പുറത്ത് സിറ്റ് ഔട്ട് വർക്ക് ഏരിയ ഇല്ലേ അത് നോക്കിയാൽ ഗ്രിൽസ് എല്ലാം ഇട്ട് നല്ല മജയുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ എല്ലാവരും വന്നില്ല അളമാനെടുക്കുക. ഞാൻ ഏട്ടത്തി അനിയെത്തി ആങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് വന്നതാണ് പെറ്റണിച്ചിട്ട്. അപ്പോൾ ഉപ്പ ഇല്ലാതെ ഉപ്പൊക്കെ സമയമായിട്ട് അളമുണ്ടല്ലോ, ഇളമാ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നെയാണ്. പക്ഷെ അളമ വേറെ മോൻ്റെ ഇട പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ പണ്ടേ അങ്ങനെ മസാല നല്ല പിച്ചത്തിലുണ്ട്. ഇളമക്ക് 6 ഞങ്ങൾക്ക് 6 പെണ്ണും ഒരാണും അല്ലേ. ഇളമക്ക് 6 ഒരു പെണ്ണും. അപ്പോൾ ഒരു പെണ്ണ് മക്കളെ ഇളമക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എന്തോ ഒരു ഇഷ്ടം. ഞങ്ങൾ അങ്ങോട്ട് നിൽക്കാൻ പോലുണ്ട്, ഇളമണ്ട് ഇങ്ങോട്ട് വരലുണ്ട്. പോക്കും വരെ പോലെ കുറച്ച് കൂടുതൽ തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് മംഗലയിഞ്ഞ്, ഓർക്ക് മംഗലയിഞ്ഞ്, ഇളമൻ്റെ മോൾക്ക് മംഗലയിഞ്ഞ്, അതെല്ലാം ആയിട്ട് ഇങ്ങനെ പിന്നെ കുറച്ച് ദൂരമായി മാപ്പിളുടെ അങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് പണ്ടത്തെ പോലെ വരാനും പോകാനും കഴിയുന്നില്ലല്ലോ. പക്ഷെ എന്നാലും ഞങ്ങൾ കിട്ടിയ ഗ്യാപ്പിലെല്ലാം വരലുണ്ട്, വരലും ഉണ്ട് അറിയാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നറിയാം ആ കയറുമന്നായത്തിൽ കുറിച്ച് ഞാൻ നല്ലതില്ലാത്തത് അതാ നല്ല ചെയ്യണ്ട കാണാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കഥ പറഞ്ഞുകൊണ്ടുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാ ഹോളും കിച്ചണും ബെഡ്റൂമും എന്നെല്ലാം കാണാൻ നല്ല വാങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എന്തിനാണ് വീഡിയോ എടുത്താൽ ഇപ്പോൾ പുതിയ പുര കെട്ടുന്നവർക്കെല്ലാം ഇങ്ങനെ ഒരു കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ. എൻ്റെ പേർക്ക് അങ്ങനെ ആക്കണഞ്ഞ്, എൻ്റെ കിച്ചൺ ഇങ്ങനെ ആക്കണഞ്ഞ്, അപ്പുറം അങ്ങനെ ആക്കണഞ്ഞ്, ഇപ്പം ഇങ്ങനെ ഒരു ഐഡിയ വരുന്നല്ലോ നമുക്ക്. ഞാനെല്ലാം പറയട്ടുമ്പോൾ അങ്ങനെയാണ് നമ്മൾ എടെങ്ക് നോക്കിയിട്ട് നമ്മൾ കാണുമ്പോൾ ഇരിക്കും, ഇവിടെ അങ്ങനെ ആക്കണഞ്ഞാൽ ആടെ ഇങ്ങനെ ആക്കണഞ്ഞാലേറ്റ് ആർക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആണെന്ന് കാട്ടിലിട്ടതവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. അങ്ങനെ ഞങ്ങൾ കോഫിയും കാര്യങ്ങളെല്ലാം കുടിച്ചിട്ട് നടന്നു വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ലൈക്കും കമൻറ്റൊന്നും മറക്കണ്ട. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.